ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു കാവൽ മാലാഖയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. കാവൽ മാലാഖയോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെട്ടു വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. കാവൽ മാലാഖ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ചിത്രം നാം കാണുമ്പോഴാണ് കാവൽ മാലാഖമാർ നമ്മുടെ ജീവിതങ്ങളിൽ സദാസമയവും ഉണ്ട് എന്ന സത്യം നമ്മൾ പലപ്പോഴും ഗ്രഹിക്കുന്നത്. കാവൽ മാലാഖമാരോടുള്ള ബന്ധത്തിൽ വളരാൻ ഏറ്റവും ആവശ്യം ശിശു സഹജമായ ലാളിത്യമാണ്. ഇതാണ് മുതിർന്ന പലർക്കും അന്യമാകുന്നതും. കാവൽ മാലാഖയെ അനുദിനം ഓർക്കാനുള്ള വഴികൾ നമ്മുടെ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയുന്നുണ്ട്: നീ എപ്പോഴും നിന്റെ കാവൽ മാലാഖയുടെ സാന്നിധ്യത്തിലാണെന്ന് ഓർക്കുക. നീ എവിടെയായിരുന്നാലും എന്തെല്ലാം രഹസ്യങ്ങൾ നിനക്ക് മറയ്ക്കാനുണ്ടെങ്കിലും നിന്റെ കാവൽ മാലാഖയെക്കുറിച്ച് ചിന്തിക്കുക. എൻ്റെ സാന്നിധ്യത്തിൽ നീ ചെയ്യാൻ മടിക്കുന്നവ നിന്റെ കാവൽ മാലാഖയുടെ സാന്നിധ്യത്തിലും ഒരിക്കലും ചെയ്യരുത്. കാവൽ മാലാഖ നമ്മുടെ കൂടെ സദാ ഉണ്ടാകുമെന്ന് നമുക്ക് എങ്ങനെ ഓർക്കാൻ കഴിയും? അതിനായിട്ട് ഞാനൊരു 8 വഴികൾ പറഞ്ഞു തരാം. 1. നീ രാവിലെ നിദ്ര വിട്ടുണരുമ്പോൾ നിന്റെ കാവൽ മാലാഖയോട് ഗുഡ് മോർണിംഗ് പറയുക. ഇന്നേ ദിവസം മുഴുവനും നിന്നെ അനുഗമിക്കാനും സംരക്ഷിക്കാനും മാലാഖയോട് അപേക്ഷിക്കുക. ഇനി 2. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ തന്നെ കാവൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വരിക. നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ബോധോദയം നൽകണമേ എന്ന് അവരോട് യാചിക്കുക. ഇനി 3. നീ ഒരു യാത്രയ്ക്ക് പുറപ്പെടും മുമ്പ് യാത്രയ്ക്ക് കൂടെ വരാൻ കാവൽ മാലാഖയെ ക്ഷണിക്കുകയും സംരക്ഷണത്തിനായി മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്യുക. അതിനായി യാത്രയ്ക്ക് പോകും മുമ്പ് കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചെയ്യുക. ദിവസത്തിലുടനീളം ഇനി പറയുന്ന കൊച്ചു പ്രാർത്ഥന പല പ്രാവശ്യമൊന്ന് ജപിക്കുക. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ അനുഗ്രഹീത മാലാഖേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായൊരു പ്രാർത്ഥനയല്ലേ? ഓ അനുഗ്രഹീത മാലാഖേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി 4 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിൽ ഉറങ്ങാൻ പോകും മുമ്പ് ഇന്നേ ദിവസം കാത്തുപാലിച്ചതിന് നന്ദി പറയുക. രാത്രിയിലുടനീളം കാവൽ മാലാഖയുടെ സംരക്ഷണത്തിന് ജീവിതത്തെ ഭരമേൽപ്പിക്കുക. പരമ്പരാഗതമായി ചൊവ്വാഴ്ചയാണ് വിശുദ്ധ മാലാഖമാർക്കുള്ള ദിവസമായി സഭയിൽ കരുതുന്നത്. ഇനി 5 ഓർത്തിരിക്കേണ്ടത്, ജന്മദിനം ആഘോഷിക്കുമ്പോൾ കാവൽ മാലാഖമാരെ ഓർക്കുവാനും അവരോട് നന്ദി പറയാനും അടുത്ത വർഷം അവരെ ഭരമേൽപ്പിക്കാനും നല്ല അവസരമാണത്. ഇനി 6, നമ്മളൊരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും കാവൽ മാലാഖമാരെ അഭിവാദനം ചെയ്യുക. ഇതുപോലെ തന്നെ വൈദികരുടെയും മെത്രാന്മാരുടെയും മാർപ്പാപ്പയുടെയും കാവൽ മാലാഖമാരോട് സൗഹൃദത്തിലാവുക. 7, നമ്മൾ ശത്രുക്കളായി കരുതുന്നവരുടെയും കാവൽ മാലാഖമാരോട് ചങ്ങാത്തം കൂടുക. ഇനി അവസാനമായിട്ട് 8, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നമ്മൾ അൾത്താരയെ സമീപിക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖയെ കൂടി വിളിക്കുക. നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതകളും ഒഴിവാക്കാനും വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുവാനും കാവൽ മാലാഖ നമ്മളെ സഹായിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ച് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ കാവൽ മാലാഖയോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ ആഴപ്പെട്ടു വളരാനായിട്ട് സാധിക്കും.